നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയാൽ ഒരു ദിവസം കൂടെ ഈ മാസാവസാന ദിവസങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കർത്താവ് കൃപ ചെയ്തു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ജീവിക്കാൻ തന്നു. ഈ നല്ല ദിവസം ഏറ്റവും ധന്യമാകേണ്ടതിന് കർത്താവിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ തിരുമുഖം തേടി ദൈവവചനത്തിൽ അന്വേഷിച്ച് വചനപ്രകാരം ജീവിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ നമുക്ക് തരുന്ന അനുഗ്രഹീതമായ അവസരങ്ങൾക്കായി, അറിവിനായി, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട് ദൈവസന്നിധിയിൽ ബലപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾ, എല്ലാ അവകാശങ്ങൾ, എല്ലാ അനുഗ്രഹങ്ങൾ, മനോധൈര്യം, ഇതെല്ലാം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദാനമായിരിക്കാൻ എല്ലാറ്റിനും കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ആത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വിശുദ്ധ ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവർ യേശുവിനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. ഒന്നോടെ വായിക്കാം. അവർ യേശുവിനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. ശ്രദ്ധിച്ച് വായിച്ചാൽ അത്ഭുതം കൂറുന്നൊരു വാക്യമാണത്. യേശുക്രിസ്തു ശിഷ്യന്മാരുമായി പടകിലൂടെ കടലിലൂടെ യാത്ര ചെയ്തത് ഒത്തിരി ഭാഗത്ത് സുവിശേഷങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. പല പ്രാവശ്യം അവർ യാത്ര ചെയ്തിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ കർത്താവ് തന്നെ ശിഷ്യന്മാരെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അതൊക്കെ സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്. മറ്റിതര സുവിശേഷങ്ങളാണ് കൂടുതലും അത് ഊന്നി എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ അതൊരു എഴുതിയിട്ടുണ്ടെങ്കിലും അത്ര വിശദമായും വിശദീകരിച്ചും അല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെയും ഈ 15-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെയും ഈ ശിഷ്യന്മാർ പടകെടുത്ത് അക്കരയ്ക്ക് പോയി. ആ സമയത്ത് കർത്താവ് ഇക്കരയായിരുന്നൊരു സന്ദർഭത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മത്തായിയൊക്കെ കുറച്ചുകൂടി വിശാലമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ പശ്ചാത്തലങ്ങളോ ആ കടൽ യാത്രയോ ആ തിരമാലയോ ആ പ്രതിസന്ധിയോ ഒന്നുമല്ല ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. രാവിലെ തോറുമുള്ള അല്പസമയത്തെ ചിന്തയിൽ അങ്ങനെയൊന്നൊരു വിശദീകരണം നമ്മൾ എടുക്കാറുമില്ല. ഒരു വാക്ക്, ഒരു പദം, ഒരു ചിന്ത, അതൊക്കെയാണ് നമുക്ക് ഓരോ ദിവസത്തെയും ആത്മീക ജീവിതത്തിന് പ്രേരണ തരുന്ന ആത്മപ്രചോദനങ്ങളായി മാറാറുള്ളത്. ഇന്നും ഈ വാക്യം ശ്രദ്ധിച്ചപ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു സംഭവം ഞാൻ പറയാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാർ യേശുവിനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. അപ്പോൾ ഇവർ പടക് അക്കരയ്ക്ക് പോകാൻ വേണ്ടി ശിഷ്യന്മാർ ഒരുമിച്ച് പടക് തുഴഞ്ഞു പോകുന്നു. യേശു അന്നേരം പടകിൽ കയറിയില്ല, അക്കരയായിരുന്നു. കുറേ ദൂരം തുഴഞ്ഞ് ബുദ്ധിമുട്ടിയിട്ടും ഇവർ മുന്നോട്ട് പോകുന്നില്ല. ഏകദേശം നടുക്കടലിൽ കടന്ന് ചുറ്റിക്കറങ്ങുകയാണ്, അക്കരെ എത്തുന്നില്ല. ആ സമയത്താണ് കർത്താവ് വെള്ളത്തിലൂടെ നടന്ന് പടകിനരികിലെത്തുന്നു. യേശുവാണെന്ന് അവരെ ബോധിപ്പിക്കുന്നു. പെട്ടെന്ന് ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്ന വാക്ക് കേട്ടേ. യേശു ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇവർ യേശുവിനെ പടകിൽ കയറ്റിയെന്നില്ല, കയറ്റാൻ ഇച്ഛിച്ചു. ഒരു കാര്യം പ്രാക്ടിക്കലാക്കണമെങ്കിൽ ആദ്യം അത് മനസ്സിൽ വരണം. മനസ്സില്ലാതെ നമുക്കങ്ങനെയാവും. എന്തിനാ ഈ മനസ്സില്ലാതെ വെറുതെ ആഹാരം കഴിക്കുമ്പോൾ പോലും ചിലപ്പോൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ പിള്ളേരൊക്കെ ഒന്നും കഴിക്കുകയില്ല. നമ്മളും ചിലപ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ തിന്ന് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ കഴിക്കുകയില്ല. ആഹാരമൊക്കെ കഴിക്കുവാണെങ്കിൽ തൃപ്തിയായി കഴിക്കണം. ഇത് വെറുതെ ഞെക്കിക്കുഴച്ച് വെറുതെ കഴിക്കാതെ ശ്വാസം മുട്ടിയിരിക്കുന്നതാണോ പറയില്ലേ. എന്തിനെങ്ങനെ മനസ്സില്ലാതെ കഴിക്കുന്നേ എന്ന് പറയില്ലേ. സ്നേഹിക്കുകയാണെങ്കിൽ മനസ്സോടെ സ്നേഹിക്കണം, ആരാധിക്കുകയാണെങ്കിൽ മനസ്സോടെ. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ. ഇല്ലെങ്കിൽ വെറുതെ ഇതിനെ ഇറങ്ങരുത്. പൂർണ്ണ മനസ്സോടെ യേശുവിനെ പിൻപറ്റുവാണെങ്കിൽ ആ നല്ല മനസ്സോടെ, കർത്താവേ എന്ന് വിളിക്കുകയാണെങ്കിൽ ആരാണ്ടും പറഞ്ഞ് വിളിപ്പിക്കുകയല്ല, നല്ല മനസ്സോടെ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ അല്ലെന്നേ, നല്ല മനസ്സോടെ. മനസ്സില്ലാതെ, ഇവിടെ ഇച്ഛിക്കുക എന്ന വാക്ക് ഇച്ചിരി ആലങ്കാരികമായി പോയി. എന്നെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവർക്ക് മനസ്സ് വന്നു യേശുവിനെ പടകിൽ കയറ്റാൻ. അതൊരു അതിശയോക്തിയൊന്നുമല്ല, കാരണം അവരുടെ ഗുരുവല്ലേ. പക്ഷെ അത് ഇന്നത്തെ ചിലർക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയായിട്ട് വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചാലും
ഉപവസിച്ചാലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താലും അത് ദണ്ണി എരിഞ്ഞ് വേദനിച്ചു കൊടുക്കേണ്ട വന്നല്ലോ, കൊടുത്തില്ലെങ്കിൽ എല്ലാവരും എന്നാ പറയും, പോയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെറും പാഴാണ്. എന്നാൽ മനസ്സോടെ എന്ത് ചെയ്താലും അതിന് പെട്ടെന്നൊരു ഇമ്പാക്റ്റ്, ഒരു വലിയ പരിണിത ഫലം ഉണ്ടാവും. ഇവിടെ അവരിച്ഛിച്ചു, എൻ്റെ അരിമനാഥൻ എൻ്റെ പടകിൽ കയറണം. ഓരോരുത്തരും ഇച്ഛിച്ചു ഐക്യമത്യത്തോടെ. ഇവരിച്ഛിച്ച മാത്രയിൽ ഉടനെ പടക് അവർ പോകുന്ന ദേശത്തെത്തിപ്പോയിന്ന്. വിചിത്രം. ബൈബിളിലായതിൻ്റെ പേരിൽ എനിക്ക് വിചിത്രം എന്ന് പറയാൻ പറ്റിയല്ല. കാരണം ഇവർ കയറിയെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ വാക്ക് മാത്രം ഞാൻ എടുക്കുക. മനസ്സുകൊണ്ട് ഇച്ഛിച്ചു യേശുവിനെ കൂടി കയറ്റാം പടകിലേക്ക്. ഇച്ഛിച്ചു. യേശു പടകിൽ കയറി. പത്രോസും യോഹന്നാനും കൂടി കൈ കൊടുത്ത് യേശുവിനെ പതുക്കെ പടകിലേക്ക് കയറ്റി യേശുവിനെ കൊണ്ടുവരുടെ നടുവിലിരുത്തി. അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ സംഭവിച്ചത്. പക്ഷെ ബൈബിളിൽ എഴുതിയത് നമ്മൾ വായിച്ചാൽ മതിയല്ലോ. എഴുതിയിരിക്കുന്നത് ഇവരെല്ലാവരും കൂടി ഇച്ഛിച്ചു. ഇച്ഛിച്ചപ്പോഴേക്കും ചില കാര്യങ്ങൾ അങ്ങ് നടന്നൂന്ന്. അങ്ങനെ അങ്ങ് ചിന്തിക്കുന്ന കുഴപ്പമില്ലല്ലോ. ഈ ധൂർത്തുപുത്രൻ്റെ ആ കഥയ്ക്കകത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പന്നികൾ തിന്നുന്ന വാളവരെ തിന്നാൻ പോലും ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വിശന്ന് അങ്ങനെ വല്ലാത്തൊരു സ്ഥിതിയിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ മനസ്സുകൊണ്ട് ഇച്ഛിച്ചു, അപ്പൻ്റെ വീട്ടിലേക്ക് പോകും, ഞാൻ അപ്പനോട് എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയും, എന്നെ ഒരു ദാസനായിട്ട് കണ്ടാൽ മതി എന്ന് പറയും എന്ന് മനസ്സിൽ ഇച്ഛിച്ചു. എന്നിട്ട് അവൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ മനസ്സിൽ ഇച്ഛിച്ചുള്ളൂ. പക്ഷേ അവിടെ ചെന്ന് ഇമ്പോസിഷൻ എഴുതിയതുപോലെ ഇതൊന്നും പറയേണ്ട വന്നില്ലല്ലോ. ഈ ആത്മീയതയിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ഒടയതമ്പുരാന് നമ്മുടെ മനസ്സ് വായിക്കാൻ അറിയാം, ഹൃദയം അറിയാം, ഉള്ളിലെ ഇച്ഛകളറിയാം. നമ്മൾ കാര്യം നടത്താൻ വേണ്ടി മാത്രമായിട്ട് കർത്താവെ കർത്താവെ വിളിക്കുവാണോ എന്നൊക്കെ ശരിക്കും അറിയാവുന്നവനാണ് നമ്മുടെ കർത്താവ്. പക്ഷേ ആഴമായൊരു ആഗ്രഹം, ഒരിച്ഛ, ഒരു വലിയ വ്യഗ്രത, എൻ്റെ കർത്താവിനെ കൂടി ചേർക്കണം. ഞാൻ അങ്ങനെ എന്ന് പറയാം കേട്ടോ. എൻ്റെ കാര്യത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ എൻ്റെ യേശുവിനെ കൂടെ എൻ്റെ ഈ കൊച്ചു പടകിലേക്ക് ചേർക്കണം എന്ന് മനസ്സുകൊണ്ട് ഇച്ഛിച്ച്, അതൊരു വഴിപാടായിട്ടോ നേർച്ചയായിട്ടൊക്കെ കഴിക്കാതെ യേശുവിനെയും കൂടി ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും യേശുവിനെ പടകിൽ കയറ്റാറുണ്ട്, അതുകൊണ്ട് ഞാനും കയറ്റി എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് ഇച്ഛിച്ചിട്ട് കയറ്റിയതല്ല, അതൊരു പരമ്പരാഗതമായത്. പിന്നെ എല്ലാവരും പറഞ്ഞു യേശുവിനെ ഒന്ന് പടകിൽ കയറ്റി നോക്ക്, ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. അങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ട് പടകിൽ കയറ്റിയാലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. പിന്നെ അങ്ങേര് യേശുവിനെ പടകിൽ കയറ്റിക്കൊണ്ട് പുള്ളിക്ക് ലോട്ടറി അടിച്ചു, എന്നാൽ ഞാനും കൂടി കയറ്റിയേക്കാം, അതുകൊണ്ടും രക്ഷയില്ല. ഇല്ല, ഈ പറയുന്നതൊന്നുമല്ല. ഇത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മാർഗമാണ്. ആരാണ് വീട്ടിൽ വന്ന് പറഞ്ഞു, അയ്യോ നിൻ്റെ കിടപ്പ് കണ്ടിട്ട് കഷ്ടം തോന്നുന്നു, നീ അങ്ങ് അയ്യോ ഒരുപാടെടുത്ത് പോയി ചേച്ചി, ഇനിയൊന്നും എന്നാൽ ഒരു കാര്യം ചെയ്യ്, എല്ലാവരും പറയുന്നു ഇന്നോടത്ത് വരെ പോവാം, യേശുവിനെയും കൂടി അങ്ങ് പടകിൽ കയറ്റാം. എൻ്റെ പൊന്നെ, അങ്ങനെയൊന്നുമല്ല. ദൈവത്തെ അറിഞ്ഞ് കർത്താവിനെ മനസ്സിലാക്കിയാൽ യേശുവിനെ കൂടെ പടകിൽ കയറ്റാം. അത് വീട്ടിൽ ഈ പടകിനകത്ത് 12 പേരുണ്ട്. ആ 12 പേരും ആരും സംശയിക്കാതെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് പടകിൽ കയറ്റാൻ നിശ്ചയിച്ചത് ഒരു വലിയ കാര്യമായിപ്പോയി. നിങ്ങളുടെ വീട്ടിൽ 12 പേരൊന്നും കാണില്ലല്ലോ, 2, 3, 4, 5 പേര്, ഏറ്റവും ചുരുങ്ങിയത് ഭാര്യയും ഭർത്താവും. നിങ്ങൾക്കൊരുമിച്ച് ഇതപ്പം അമ്മച്ചി യോഗത്തിന് വന്ന് പറയുമ്പോൾ അപ്പം പറയും, ഓ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച എൻ്റെ പൊന്നിയേട്ടാ, ഇതൊക്കെയല്ല ഈ പ്രശ്നം. അപ്പനും അമ്മയും കൂടി പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പിള്ളേരകത്തിരുന്നുണ്ട് മുറുകുറത്തോണ്ട് പറയും, ഓ വീട്ടിലെങ്ങാൻ ഇരിക്കാനുള്ളതിന്. എല്ലാവരും കൂടി ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിൽ ഈ 12 പേരെ പോലെ ഒരു ഇച്ചിക്കൽ നടക്കുമോ? നടന്നിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ വേഗത്തിൽ കരപറ്റിയേനെ കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ കടലിൽ കിടന്ന് കറങ്ങുമല്ലേ, ഒത്തിരി കാര്യങ്ങൾ തലയ്ക്കകത്ത് കിടന്ന് പുകയുമല്ലേ, ഒരുപാട് കാര്യങ്ങൾ തലയ്ക്ക് ചുറ്റും പമ്പരം കറങ്ങുമല്ലേ.
എന്താ ഒരു വഴി? ഈ വാക്യം വായിച്ചിട്ട് വല്ലതും തോന്നുന്നോ? നിങ്ങൾ കുടുംബമായിട്ടൊന്ന് ആലോചിക്കുന്ന, ഒന്ന് തുറന്ന് സംസാരിക്കുന്ന. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഈ വാക്യങ്ങളുടെ സ്വാധീകരണം ശരിക്കും പ്രയോജനപ്പെടുത്തുക. ഇവർ 12 പേരും കൂടെ ഇച്ഛിച്ചു. നല്ലത് ഇച്ഛിച്ചാൽ തന്നെ ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാവും. പ്രാർത്ഥനയ്ക്ക് പോകണം എന്നിച്ഛിച്ചത് നല്ലതല്ലേ? ദൈവവചനം വായിക്കണം എന്നിച്ഛിച്ചത് നല്ലതല്ലേ? മാനസാന്തരപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്നിച്ഛിക്കുന്നത് നല്ലതല്ലേ? കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കണം എന്നിച്ഛിക്കുന്നത് നല്ലതല്ലേ? താൻ പാതി ദൈവം പാതി എന്ന് പറയാതെ, അക്കരെ ഇക്കരെ നിൽക്കാതെ, ഇരുതോണി കാല് വയ്ക്കാതെ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നിച്ഛിക്കുന്നത് നല്ലതല്ലേ? അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നന്മ വരാൻ, വീട്ടുകാർക്ക് അനുഗ്രഹം വരാൻ, നമ്മുടെ തല പുകഞ്ഞ വിഷയങ്ങൾക്ക് പരിഹാരം വരാൻ നല്ലതിച്ഛിക്ക്. എന്തോരം കാര്യങ്ങൾ, അയ്യോ ഞാനെല്ലാം ചെയ്ത് തീർത്തിരിക്കുകയല്ലേ, ഇനി എന്നാ ചെയ്യാനാ? ചുമ്മാതിരി, കർത്താവിൻ്റെ അടക്കിലാണോ വിളച്ചിൽ? എന്തോരം കാര്യങ്ങൾ ഇനി ഇച്ഛിക്കാം. നല്ല കാര്യങ്ങൾ ആത്മീകമായി. ഈ മാസത്തിൻ്റെ അവസാന 2 ദിവസങ്ങൾ ഒന്നിരുന്ന് ചിന്തിക്ക്. നല്ല ചില കാര്യങ്ങൾ ഈ കാണിക്കുന്നത് പോലെ, ഈ ശിഷ്യന്മാർ കാണിച്ചതുപോലെ ഇച്ഛിക്ക്, മനസ്സ് വയ്ക്ക്. നമുക്കതങ്ങ് ചെയ്യാം. കൊടുക്കാമെന്ന് പറഞ്ഞാലേ അങ്ങ് കൊടുക്കാം. നമ്മൾ വെറുതെ അവരെ ദണ്ണിപ്പിക്കണ്ട, അങ്ങ് വിട്ട് കളഞ്ഞേക്കാം. ആ കേസ് അങ്ങ് പിൻവലിച്ചേക്കാം. നല്ലത് ഇച്ഛിക്കുന്നേ, പെട്ടെന്ന് കാര്യം നടക്കും നിങ്ങളുടെ കേട്ടോ. പെട്ടെന്ന് ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ഇത് ദൈവം ഭയങ്കര കാര്യങ്ങളിലേക്ക് നയിക്കും. മെയ് മാസത്തിലും ഈ കടലിൽ കിടന്ന് കറങ്ങാതെ, എങ്ങും എത്താതെ, വല്ലാത്തൊരു സ്ഥിതിയാകാതിരിക്കാൻ ഒന്നിരുത്തി ചിന്തിക്ക്. നല്ല ചില കാര്യങ്ങൾ, പലർക്ക് ഗുണം വരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അനുഗ്രഹം വരുന്ന കാര്യങ്ങൾ, ചില മുറുകെ പറ്റുന്ന പാപങ്ങൾ അങ്ങ് വിട്ട് കളഞ്ഞേക്കാൻ അങ്ങ് ഇച്ഛിക്ക്. അതങ്ങ് മനസ്സ് വയ്ക്ക്. ദൈവം വൻ കാര്യങ്ങൾ നടത്തും. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമേ, എന്തോരം നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ആഗ്രഹിക്കാം, ഇച്ഛിക്കാം, പ്രായോഗികമാക്കാം. ഒരു ചട്ടക്കൂട്ടിൽ, ഒരു ഫ്രീസായ സെറ്റപ്പിൽ നിന്ന് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറേ നല്ല കാര്യങ്ങൾ ഇവരിച്ഛിച്ചതുപോലെ ഇച്ഛിക്കാൻ പരിശുദ്ധാത്മാവ് ഒന്ന് സഹായിക്കണേ. അത് നിമിത്തം വേഗത്തിൽ ചില കാര്യങ്ങൾ എത്തിപ്പറ്റേണ്ടടുത്ത് എത്തിപ്പറ്റാൻ, തടസ്സങ്ങൾ മാറാൻ ദൈവം ഇടയാക്കണം. ഒരു കര പറ്റിക്കത്തെന്നുള്ള വെല്ലുവിളികൾ മാറണം. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.